ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു ദിവസം കൂടെ കാണുവാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചു. കണിശമായിട്ടും ദൈവത്തിന് നന്ദി പറയാം. ഈ ദിവസം ആരംഭിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനം വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യമാണ്. ഞാൻ ഇപ്രകാരം വായിക്കുന്നു: ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. ഇവിടെ ഈ ഒരു അധ്യായത്തിൽ അതിന് മുൻകൂട്ടി പറയുന്നത് ഇടയനായ രാജാവിനെ കുറിച്ചാണ്. ആരാണ് ഇടയൻ? നല്ലിടയനായ യേശുവാണ്. ഈ നല്ലിടയനായ യേശു എന്ത് ചെയ്യുന്നു? നമുക്ക് വിശക്കുകയോ ദാഹിക്കുകയോ വെയിൽ തട്ടാതിരിക്കാൻ തക്കവണ്ണം നമ്മെ സൂക്ഷിക്കുന്നു. അതൊരു നല്ല വർത്തമാനമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ജാതനായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇടയന്മാർക്ക് ദൈവം ദൂത് കൊടുത്തു. എന്തു കൊടുത്തു? നല്ല വാർത്ത. എന്താണ്? കർത്താവായ യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. അതായത് നമുക്ക് വേണ്ടിയുള്ളൊരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിടുതലിൻ്റെ വാഗ്ദത്തം, അതായത് ഇസ്രായേൽ മക്കൾ വളരെ കാലമായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു മശിഹ വരുന്നു, മശിഹ എന്ന രക്ഷിതാവ്, രക്ഷകൻ, വിടുതൽ. അപ്പോൾ ഇത് ഈ ഒരു താല്പര്യത്തിൽ അവർ കാത്തിരുന്നു. പ്രത്യേകിച്ച് പ്രവാചകനായ യെശയ്യാ പറയുന്നുണ്ട്, ഒരു സ്ത്രീ എല്ലാ കാര്യങ്ങളും, അതായത് യേശുവിൻ്റെ വരവിനെ കുറിച്ചുള്ളതായ സകല പ്രവചനങ്ങളും യെശയ്യാവിൽ നമുക്ക് കാണുവാനെ കൊണ്ട് സാധിക്കും. മീഖായിൽ 5 പറയുന്നുണ്ട്, ബെത്ലഹേമിൽ ജനിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും, അതായത് ദൈവം നമുക്ക് വേണ്ടി ഒരു വിടുതൽ തരികയാണ്. പക്ഷേ മാനുഷികമായ ചിന്തകൾ, പ്രത്യേകിച്ച് യെശയ്യാവ് പറയുമ്പോൾ, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? പലപ്പോഴും പല സന്ദർഭങ്ങളിലും സ്ത്രീകൾ തൻ്റെ മക്കളെ മറക്കുന്നതായിട്ട് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. എന്നാൽ ദൈവം നമ്മെ ഒരു നാളും കൈവിടില്ല. അതാണ് നമ്മൾ വായിച്ചത്. അവർക്ക്, അതായത് ദൈവജനത്തിന് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിൽ യാതൊരു അവർ തട്ടുകയുമില്ല, വെയിൽ ചൂട്. അപ്പം ഇതൊക്കെയും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്താൽ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? രക്ഷയുണ്ട്. ആ രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? തൻ്റെ കൈക്കീഴിൽ, ഇടയനായ യേശുവിൻ്റെ കൈക്കീഴിൽ നാം താണിരിക്കുക. ആ ഇടയൻ നമ്മെ എന്ത് ചെയ്യും? തൻ്റെ കൈകളിൽ വഹിക്കും, നമ്മെ സൂക്ഷിക്കും. ഇടയൻ രാജാവായി സിംഹാസനം ഇരിക്കുമ്പോൾ കണിശമായിട്ടും തന്നെ സേവിക്കുന്നവർക്ക്, തന്നെ വിശ്വസിക്കുന്നവർക്ക് എന്താണ്? നന്മയല്ലാതെ ഒരു കാര്യവും ദൈവം ചെയ്യുകയില്ല. ആയതുകൊണ്ട് ഈ വാക്യം നമ്മെ സൂചിപ്പിക്കുന്നതാണ്. അതായത് നാം ഈ ഭൂമിയിൽ കഷ്ടതയിൽ ജീവിക്കുമ്പോൾ നമുക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, അതുപോലെ തന്നെ വെയിലുണ്ട്, ഇതെല്ലാം നമുക്ക് പ്രയാസമാണ്. പക്ഷേ അങ്ങനെ ഇല്ലാത്തൊരവസരത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും. പ്രത്യേകിച്ച് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് എന്ത് ചെയ്യും? തൃപ്തി വരും എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ നാം പൂർണ്ണമായി വിശ്വസിക്കുക. ഈ ദിവസം തുടങ്ങുമ്പോൾ കണിശമായിട്ടും നല്ലിടയനായ യേശു നമ്മെ നടത്തുവാൻ തക്കവണ്ണം അവന് നമുക്ക് വിധേയപ്പെട്ട് ജീവിക്കാം. കണിശമായിട്ടും ദൈവം ഈ ദിവസം നമുക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ തിരുവചനത്തിന് നന്ദിയോടെ സ്തോത്രം. ഇതിനെ മാനിച്ചുകൊണ്ട് ജീവിപ്പാൻ, നല്ലിടയനായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നൽകാനിരിക്കുന്നതായ നിത്യരക്ഷ കരകതമാക്കുവാൻ തക്കണം. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, ഒരുക്കണമേ. അവിടുത്തെ വരവരെയും വിശുദ്ധരായിപ്പം സഹായിക്കണമേ. എല്ലാം യേശുവിൽ കൂടെ താഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ പ്രസംഗത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം ധാരാളമായി നമ്മെ സൂക്ഷിക്കുമാറാകട്ടെ. ആമേൻ.